നമ്മൾ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ഒക്കെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കേസാണ് നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്വിച്ച് ബോർഡ്സൊക്കെ അഡാപ്റ്റർ ഇട്ടിട്ടാണോ കോൺഡ്യൂട്ട് പൈപ്പുമായിട്ട് ജോയിൻ ചെയ്തിരിക്കണേ എന്നുള്ളത് നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കണില്ല. ഇലക്ട്രിക്കൽ വർക്ക് എടുക്കണോ അവർ വർക്ക് എടുത്ത് പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ പല ആളുകളും നോക്കുന്നുള്ളത്. ശരിക്കും അഡാപ്റ്ററുകൾ വെച്ചിട്ട് വർക്ക് ചെയ്യാമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പുകളും ആ സ്വിച്ച് ബോർഡ്സിൻ്റെ ഹോളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് ഉണ്ടാവും. അതിലൂടെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ എന്തായിരിക്കും മണ്ണിൽ നിന്ന് ചെതൽ വന്നിട്ട് അല്ലെങ്കിൽ ഉറുമ്പുകൾക്കൊക്കെ അതിനുള്ളിൽ കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മുടെ കേബിൾസിനും അതുപോലെ തന്നെ സ്വിച്ചസിനും ഒക്കെ ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഡാപ്റ്ററുകൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വർക്ക് എടുക്കണം എന്ന് പറയുന്നത്. ഞാൻ അഡാപ്റ്റർ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നിലവിൽ നമ്മൾ വീടിൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ഇലക്ട്രീഷ്യന്മാരോട് കൊട്ടേഷൻ ചോദിക്കും. ആ കൊട്ടേഷൻ ചോദിക്കുന്ന സമയത്ത് പല ആളുകളും റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ റേറ്റ് ഡിഫറൻ്റ് ഉള്ള ഒരാളോട് നമ്മൾ ചോദിക്കണം, നിങ്ങളുടെ വർക്കിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, മറ്റുള്ളവരുമായിട്ട് എന്തൊക്കെ ഡിഫറൻ്റ് ആണ് എന്നുള്ളത് ചോദിക്കണം. അപ്പോൾ നോർമലായിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നോക്കുകയാണെങ്കിൽ 5 രൂപ 10 രൂപയൊക്കെ ഡിഫറൻറ്റ് പറയുന്ന ഒരാൾക്ക് മിനിമം അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള വർക്കല്ല അത് വരും. കുറച്ച് അഡീഷണൽ ലേബേഴ്സിനെ തന്നെ അവർക്ക് ഇതിന് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കാരണം ഇതിൻ്റെ ഒരു സിസ്റ്റം സ്വിച്ച് ബോർഡ് മാത്രമായിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷമാണ് കോൺഡ്യൂട്ട് പൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത്തരം അപ്ഡേറ്റുകൾക്കും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടോ പ്ലംബിംഗ് സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകൾക്കും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.